Welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ബേസിക് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇത്. നെക്സ്റ്റ് വീഡിയോസിലായിരിക്കും നമ്മൾ പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് വാച്ച് ദിസ് വീഡിയോ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അതിനു മുമ്പ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എത്ര ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അവർ പ്രിപ്പയർ ചെയ്യണം? According to the Companies Act 2013, a company has to prepare 4 types of financial statements. Adile first one, balance sheet. Second one, statement of profit and loss account. Third one, notes to accounts. And the last one is cash flow statements. ഈ cash flow statement preparation ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഈ CBSEയുടെ സിലബസ് അനുസരിച്ച് നിങ്ങൾക്ക് 6 മാർക്സ് എക്സാമിനും പ്രാക്ടിക്കൽ എക്സാമിന് 6 മാർക്സും കൂടി 6+6 12 മാർക്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററും കൂടി ആണ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് ഒന്ന് നമുക്ക് നോക്കാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് is a statement that shows the flow of cash and cash equivalents. ഓക്കെ, ഇവിടെ മീനിങ് നോക്കാം. ക്യാഷിന്റെ ഒരു ഫ്ലോ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ക്യാഷ് മാത്രമല്ല, ക്യാഷ് ഇക്വാലൻസ്. ഓക്കെ, ഇവിടെ രണ്ട് ടെർമിനോളജി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ്. അപ്പൊ ക്യാഷ് എന്താണ്? ക്യാഷ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു നമ്മുടെ കമ്പനിയിൽ സൂക്ഷിക്കുന്ന ക്യാഷ്. ഓക്കെ, ക്യാഷ് ഇൻ ഹാൻഡ്. ദെൻ ക്യാഷ് അറ്റ് ബാങ്ക്, അതും ക്യാഷ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ ഡിമാൻഡ് ഡ്രാഫ്റ്റ്സ്, ചെക്സ്, ഇതൊക്കെയാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസിൽ വരും. ക്യാഷിൽ വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും, ബാക്കി ക്യാഷ് ഇക്വാലൻസിൽ വരുന്നതാണ് ബാക്കി പറഞ്ഞ ഐറ്റംസ്. പിന്നെ നോക്കാം, നമുക്ക് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? നമ്മുടെ ക്യാഷ് ഇക്വാലൻസിൽ വരും. അപ്പോൾ ഇതൊക്കെ കൂടിയാണ് ഈ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫ്ലോയെ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇനി ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ 3 ആക്ടിവിറ്റീസിലൂടെയാണ് പറയുന്നത്. 1 ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, 2 ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, 3 ഫിനാൻസിംഗ് ആക്ടിവിറ്റീസ്. ഈ 3 ആക്ടിവിറ്റീസ് ഒരു ബിസിനസിന്റെ മൊത്തത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ്. അതായത് ബിസിനസ് ആക്ടിവിറ്റി ഈസ് ഡിവൈഡഡ് ഇൻടു 3. ഫസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ്, സെക്കൻഡ് വൺ ഇൻവെസ്റ്റിംഗ്, തേർഡ് വൺ ഫിനാൻസിംഗ്. ഈ ആക്ടിവിറ്റീസിന്റെ ഓരോ ആക്ടിവിറ്റീസിലും എന്തുണ്ട്? ക്യാഷിന്റെ ഔട്ട്ഫ്ലോയും ഉണ്ട്, ഇൻഫ്ലോയും ഉണ്ട്. അതുപോലെ ഓരോന്നിലും ക്യാഷ് ജനറേഷനോ അല്ലെങ്കിൽ ക്യാഷിന്റെ ഔട്ട്ഫ്ലോയോ സംഭവിക്കുന്നുണ്ട്. സോ ഇതെല്ലാം കൂടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ലാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. As per Accounting Standard 3, operating activities are the activities that constitute the main or primary activities of an enterprise or any other activity which is not an investing activity or financing activity. These activities generally include those transactions and events which are entered for the purpose of ascertaining net profit or loss of a concern. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷം നമ്മള് നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതില് കുറെ ഐറ്റംസ് വരുന്നുണ്ട്. ആ ഐറ്റം ഒക്കെയാണ് ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ പ്രധാനമായിട്ട് നമ്മൾ ഇൻക്ലൂഡ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആർ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ ഡൺ ഫോർ ദി പർപ്പസ് ഓഫ് ഡിസ്പോസൽ ആൻഡ് അക്വിസിഷൻ ഓഫ് ലോങ് ടേം അസെറ്റ്സ് സച്ച് ആസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി. വൺ മോർ തിങ്, and other investments which are not included in the cash and cash equivalents. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ ഐറ്റംസ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന ഐറ്റംസ് മിക്കതും നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണാം. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ, കഴിഞ്ഞ വർഷം പഠിച്ച ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നമുക്ക് കാണാവുന്നതാണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ പർച്ചേസ്, അങ്ങനത്തെ പ്ലാന്റ് ആൻഡ് മെഷീനറി. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3, financing activities are the activities that result in the changes in the composition and size of the owner's capital and also the long-term borrowings of the company. ഇത് ഫണ്ട് റേസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ക്യാപിറ്റൽ ലിവറേജുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് ആണ്. ഈ ഫിനാൻസിംഗ് ആക്ടിവിറ്റീസിലെ പ്രധാന ഐറ്റംസ് ബാലൻസ് ഷീറ്റിലാണ് വരുന്നതെന്നും ഓർത്തു വയ്ക്കുക.
ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു 3 ആക്ടിവിറ്റീസിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ ഞാനിപ്പോൾ പറയുന്നു 5 സ്റ്റെപ്സിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നാണ്. അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്. അതിനുശേഷം പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്ന് പറഞ്ഞ അടുത്ത ഐറ്റം ഉണ്ട്. ദെൻ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നിങ്ങൾ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലേക്ക് പോകുന്നു. ലാസ്റ്റ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഫിനാൻസിംഗ് ആക്ടിവിറ്റീസ്. ഓരോ ആക്ടിവിറ്റീസിലെയും ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും തന്നിരിക്കുന്നു. അതിൽ ആദ്യ ഐറ്റം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ക്യാഷ് ഇൻഫ്ലോ എന്നൊക്കെ നോക്കാം. ക്യാഷ് സെയിൽസ് വരും, റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, കമ്മീഷൻ ആൻഡ് ഫീസ്, റോയൽറ്റി, ഇവയൊക്കെ ക്യാഷ് ഇൻഫ്ലോ ആണ്. ക്യാഷ് ബിസിനസ്സിലേക്ക് വരാൻ ചാൻസ് ഉള്ള ഐറ്റംസ് ആണ്. പിന്നെ നോക്കാം ക്യാഷ് ഔട്ട്ഫ്ലോസ്. ക്യാഷ് ഔട്ട്ഫ്ലോസ് ക്യാഷ് പർച്ചേസസ് വരും, പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്, ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, പേയ്മെൻറ്റ് ഓഫ് വേജസ്, ഇൻകം ടാക്സ്, ഇവയൊക്കെ എന്താണ് ബിസിനസ്സിൽ നിന്ന് പണം പുറത്തേക്ക് പോകാൻ ചാൻസ് ഉള്ള ഐറ്റംസ് ആണ്. അതാണ് ക്യാഷ് ഔട്ട്ഫ്ലോ. നെക്സ്റ്റ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും നോക്കാം. ക്യാഷ് ഇൻഫ്ലോ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്കവറി, ഇവയൊക്കെ വരും. അപ്പോൾ ക്യാഷ് ഫ്ലോ ഔട്ട്ഫ്ലോ പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ, ഇവയൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ പ്രധാന ഐറ്റംസ് ഒക്കെ എവിടെയാണ്? ബാലൻസ് ഷീറ്റിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ഫിനാൻസിങ് ആക്ടിവിറ്റീസിലെ ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഒന്ന് നോക്കാം. ഇൻഫ്ലോ ഇഷ്യൂ ഓഫ് ഷെയർസ് ഇൻ ക്യാഷ്. അടുത്തത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഇൻ ക്യാഷ്. അതായത് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഒക്കെയും ബിസിനസ്സിലേക്ക് ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കും. അതായത് നെക്സ്റ്റ് വൺ പ്രൊസീഡ്സ് ഫ്രം ലോങ് ടേം ബൊറോയിങ്സ് വഴി പണം റേസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഔട്ട്ഫ്ലോ ആണ് പേയ്മെൻറ്റ് ഓഫ് ലോൺസ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്സ്, ഇവയൊക്കെ ഈ ഐറ്റംസ് ഒക്കെ ഫിനാൻസ് ആക്ടിവിറ്റീസിൽ വരുന്ന ഔട്ട്ഫ്ലോയുമാണ്. ഈ തന്നിരിക്കുന്ന സ്പെസിമെൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇത് ആ മെയിൻ 3 ഹെഡ്സ് വെച്ച് മാത്രമുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഫിനാൻസിംഗ് ആക്ടിവിറ്റീസ്, ഇതൊക്കെയുണ്ട്. ഇതിനുശേഷം ഈ 3 ആക്ടിവിറ്റീസിലൂടെ ക്ലബ് ചെയ്യുന്നു. അതിനുശേഷം ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും, അത് നിങ്ങൾ ആഡ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ലാസ്റ്റ് ക്യാഷ് ബാലൻസ് അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇതാണ് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് 2 കാര്യം ചെയ്യേണ്ടി വരുന്നത്. അത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം, അതിനുശേഷം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസും ആ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ ഭാഗം ചെയ്യുമ്പോൾ മാത്രം വരുന്നുണ്ട് എന്ന് മാത്രം ഓർക്കുക. നെക്സ്റ്റ് വീഡിയോസിൽ കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.